ഹരേ കൃഷ്ണ. ശ്രീ മഹാഭാഗവതത്തിൽ പ്രഥമ സ്കന്ധം തുടരുകയാണ്. കഴിഞ്ഞ ഭാഗത്ത് പാരായണം ചെയ്ത് നിർത്തിയത് രസജ്ഞന്മാരെന്നാകിൽ കേട്ടോളൂ കേൾപ്പാൻ തോന്നും രസങ്ങളിതിന്മീതെ മറ്റൊന്നും ഇല്ലത്താനു. അതായത് ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൽ പരം വേറെ ആനന്ദമില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾക്കു മതിയാകയില്ലത് കേൾക്കും തോറും മംഗലചരിതങ്ങൾ ചൊല്ലു നീ മടിയാതെ. വൈഷ്ണവ ക്ഷേത്രത്തിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് കൃഷ്ണകഥ കേൾക്കുവാൻ അത്യധികം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് സൂതൻ അവിടെ എത്തിച്ചേർന്നതെന്ന് ഋഷിമാർ സൂതനോട് പറയുകയാണ്. ഹരേ കൃഷ്ണ ഹരേ നാരായണ. വന്നിതു കലിയുഗമെന്നറിഞ്ഞതുമൂലം വന്നു വൈഷ്ണവക്ഷേത്രം ഭുക്കിതു ഞങ്ങളടോ. തന്തിരുവടിയുടെ ചരിതം കേട്ടുകൊള്ളുവാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു വസിക്കുമ്പോൾ അന്തരാ വന്നു ഭവാനീശ്വരകാരുണ്യത്താൽ സന്താപമകന്നിതു മിക്കതും കണ്ടപ്പോഴേ. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, നമോ നമ. ഇനി സൂതൻ ശൗനകാദി മഹർഷികൾക്ക് ചെയ്യുന്ന ഭാഗവത ഉപദേശമാണ് പാരായണം ചെയ്യുവാൻ പോകുന്നത്. എന്നെല്ലാം മുനിജനം ചൊന്നത് കേട്ടു സൂതൻ നന്നായി തെളിഞ്ഞുടൻ പറഞ്ഞു തുടങ്ങിനാൻ. ഋഷിമാരുടെ അഭ്യർത്ഥന കേട്ട സൂതൻ അത്യന്തം തെളിമയുള്ളവനായി കാണപ്പെട്ടു. ശ്രീശുകമുനിയെ മനസ്സിൽ സ്മരിച്ച് അദ്ദേഹം ഭഗവത് കഥ പറയുവാൻ ആരംഭിച്ചു. വന്ദിച്ചിടുന്നേനെങ്കിൽ ശ്രീശുകമുനി തന്നെ നന്ദിച്ചിടണം എന്നെ കുറിച്ചു സദാകാലം. വേദാന്ത സാരാർത്ഥമായി അധ്യാത്മപ്രദീപമായി വ്യാസോക്തമായ പുരാണങ്ങളിൽ പ്രധാനമായി